ഗുരുവായൂർ ദേവസ്വം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മാസ്റ്റർ പ്ലാൻ ഇല്ലാതെയും പുനരധിവാസ നഷ്ടപരിഹാര വ്യവസ്ഥകൾ പ്രഖ്യാപിക്കാതെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരെ ഗുരുവായൂരിലെ വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. ഗുരുവായൂരിലെ 40-ലധികം സംഘടനകൾ ചേർന്ന് രൂപീകരിച്ച ഗുരുവായൂർ ക്ഷേത്ര നഗര വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് ദേവസ്വത്തിന്റെ അശാസ്ത്രീയ ഭൂമി ഏറ്റെടുക്കൽ നയങ്ങളെ വിമർശിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ നടപടി ദിശ തെറ്റിയതായും എന്തിനാണ് സ്ഥലം ഏറ്റെടുക്കുന്നതെന്നോ എന്ത് നിർമ്മാണമാണ് ലക്ഷ്യമെന്നോ വ്യക്തമായ മുൻധാരണ ഇല്ലാതെയാണെന്നും യോഗം വിലയിരുത്തി. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. പുനരധിവാസ പാക്കേജ്, യഥാർത്ഥ കമ്പോളവില അടിസ്ഥാനമാക്കിയ നഷ്ടപരിഹാരം, വ്യക്തമായ മാസ്റ്റർ പ്ലാൻ എന്നിവ തയ്യാറാക്കിയ ശേഷമേ തുടർന്നുള്ള ഭൂമി ഏറ്റെടുക്കൽ നടത്താവൂ എന്നതാണ് യോഗത്തിന്റെ ആവശ്യം. സാമൂഹ്യാഘാത പഠനം എന്ന പേരിൽ ദേവസ്വം നടത്തിയ ചർച്ചകൾ യാതൊരുവിധ ഫലവും ഉണ്ടാക്കിയില്ലെന്ന വിമർശനവും ഉയർന്നു. മുതിർന്ന പൗരന്മാരുടെ ക്ഷേത്ര ദർശനത്തിനുള്ള പ്രായപരിധി 70 ഉയർത്തിയതിനെതിരെയും യോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ഭൂമി ഏറ്റെടുക്കലിന് വിധേയരാകുന്ന ഭൂ ഉടമകൾ, ക്ഷേത്ര പാരമ്പര്യ തൊഴിലാളികൾ, വ്യാപാരികൾ, ലോഡ്ജ് ഉടമകൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. TN മുരളി ആമുഖ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ, വിവിധ സംഘടനകളുടെ പ്രതിനിധികളായ മുഹമ്മദ് യാസിൻ, R ജയകുമാർ, രമേശ് പുതൂർ, മോഹൻദാസ് ചേലനാട്, ബാലൻ വാർനാട്ട്, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, KHRA സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ബിജുലാൽ, T നിരാമയൻ എന്നിവർ സംസാരിച്ചു.